ഈ എല്ലാം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. ഈ സുരേഷ് ഗോപി പോലുള്ള ആൾക്കാരെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് ചിന്താ ജെറോമിന് പൊങ്കാലയുടെ ബഹളം വരുന്നത് അതൊക്കെ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ? തീർച്ചയായിട്ടും ഞാൻ വളരെ ബോധ്യത്തോടു കൂടി തന്നെ ഒരു യോഗത്തിനകത്ത് നടത്തിയ പ്രസംഗമാണ്. പക്ഷെ അതിൽ എന്തുകൊണ്ട് ഇത്രയും വിമർശനം വരുന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. അതായത് അതിനകത്ത് പറഞ്ഞ ഓരോ വാക്കുകളും എടുത്ത് നമ്മൾ കൃത്യമായി പരിശോധിച്ച് നോക്കണം. മലയാളം ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും സംഭാവന ചെയ്ത അതുല്യ പ്രതിഭ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഞാൻ ശ്രീ ഭരത് പത്മശ്രീ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമാ താരം ആരെന്ന് ചോദിച്ചാൽ എനിക്ക് അന്നും ഇന്നും സംശയമില്ല, അത് ലാലേട്ടൻ തന്നെയാണ്. അദ്ദേഹത്തെ അപ്രപാളിയിൽ അത്ഭുതത്തോടു കൂടി അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ ഞാൻ പറഞ്ഞു, ഈ വ്യക്തിപരമായി ഞാൻ ഏറെ ആദരിക്കുന്ന താരം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇടക്കാലങ്ങളിൽ ചില വിഷയങ്ങൾക്കകത്ത് അദ്ദേഹം എടുത്ത നിലപാട് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുമായി ചേർന്നു പോകുന്നതല്ല. അതിൻ്റെ അർത്ഥം എനിക്ക് അദ്ദേഹത്തിനോട് കടുത്ത വൈരാഗ്യമെന്നോ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയം എല്ലാ ആശയങ്ങളോടും എനിക്ക് എതിർപ്പെന്നോ അല്ല. പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ അദ്ദേഹം എന്ന മഹാനടനെ ഞാൻ എതിർക്കുന്നില്ല. അദ്ദേഹം എന്ന മഹാനടനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടുള്ള എൻ്റെ വിയോജിപ്പ് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ കൂടി അംഗീകരിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇടക്കാലത്തൊരു കട്ടൻ ചായയുടെ പടവുമായി ബന്ധപ്പെട്ടെന്തോ ഒരു വലിയ വിവാദം കത്തിപ്പറന്നില്ല, മദ്യനയം മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു. ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചാനൽ ചർച്ചയാണ് നടക്കുന്നത് മലയാളത്തിലെ മറ്റൊരു മാധ്യമത്തിനകത്ത്. അപ്പോൾ ആ ചാനൽ ചർച്ചയ്ക്കിടയിൽ എൻ്റെ വീട്ടിലെ അമ്മ കട്ടൻ ചായ കൊണ്ടുവന്ന് എനിക്കും അവതാരകനായിട്ടുള്ള ശ്രീ സുനിൽനാഥ് സാറിനും തരികയാണ്. അപ്പം ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുന്നു, ചർച്ച മുന്നോട്ട് പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ കണ്ണൂരിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുന്നത്, ചേച്ചിയുടെ പടം ഇങ്ങനെ ഒരു കയ്യിലൊരു ഗ്ലാസ്സുമായി നിൽക്കുന്ന പടം നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അപ്പം ഞാനും ആലോചിക്കുന്ന ഏത് ഗ്ലാസ്സുമായി നിൽക്കുന്നതാണ്. അപ്പോഴാണ് നോക്കിയപ്പോൾ ഈ ദൃശ്യമാണെന്ന് മനസ്സിലാകുന്നത്. അപ്പം നമ്മുടെ ഒരു പടം എടുത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ ഒരു പോസ്റ്ററാക്കി അങ്ങ് ഇറക്കുകയാണ്. ഒന്നിനും ഒരു ഒതൻറ്റിസിറ്റി ഇല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പം ഞാൻ പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് വേണ്ടേ? ഞാൻ പറഞ്ഞതാണെങ്കിൽ ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് വോളിൽ വേണ്ടേ? ഇത് വെറുതെ സംഘടിതമായി നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതൊക്കെ വളരെ 1-2 ദിവസം കൊണ്ട് കാലത്തിന്റെ യവനികയിൽ മറഞ്ഞു പോകുന്ന ആശയങ്ങൾ മാത്രമാണ്. ചെറുക്കനെ കിട്ടിയോ? കല്യാണാലോചനയൊക്കെ എവിടം വരെ എത്തി? ആലോചനയൊന്നും അങ്ങനെ ഞാൻ ഗൗരവമായി നടക്കും. അല്ലാതെ ചിന്താ ജെറോമിന്റെ പേര് വന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അത്തരം ഒരു യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുണ്ടോ കുടുംബത്തിൽ ഞാനും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്താണോ ഉയർത്തിപ്പിടിക്കുന്നത് ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. പിന്നെ ആ വന്ന വിവാദങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സമയം വേണം. എൻ്റെ വിവാഹത്തോടു കൂടി ഈ ചർച്ചകൾക്ക് മറ്റൊരു ദിശ കൈവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ചിന്താ ജെറോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്? ഈ ബോധപൂർവം വാർത്തകൾ ഉണ്ടായിക്കൊള്ളട്ടെ എന്നൊരു തോന്നൽ, അതിൻ്റെ ഒരു സന്തോഷം ആസ്വദിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ വളരെ സെൻസിറ്റീവാണ്. എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് വാർത്തകളൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കറിയാം ഞാൻ വളരെ എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്കങ്ങനെ വാർത്തകളിൽ ഒരു നെഗറ്റീവ് വാർത്തകളിൽ ഒരു ആനന്ദം കാണുന്ന ആളൊന്നും അല്ല ഒരിക്കലും ഞാൻ. പിന്നീട് ഞാൻ ഉയർത്തിപ്പിടിച്ച നിലപാടുകളിലുള്ള വിയോജിപ്പ് കൊണ്ടാണ് ഈ വാർത്തകൾ വരുന്നതെങ്കിൽ അതിൽ പിന്നെ ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ അതിനകത്തൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം കേരളത്തിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കുപ്രചരണങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, വിജയേട്ടൻ എല്ലാം തൊലിയുടെ പുറത്ത് വരെ എടുക്കുകയുള്ളൂ, ഒന്നും ഉള്ളിലേക്ക് എടുക്കില്ല എന്നാണ്. അപ്പം ഞാൻ പലപ്പോഴും ചെറിയ നമുക്ക് അദ്ദേഹത്തിൻ്റെ നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ വളരെ തുച്ഛമായിട്ടുള്ള ചെറിയ ആരോപണങ്ങൾ നമുക്ക് നേരെ വരുമ്പോഴും ഞാൻ ഓർക്കുന്നത് അതാണ്, ഇതൊക്കെ ഉള്ളിലേക്കെടുത്താൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. നമ്മളിലൊരു വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നടത്തണമെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ, അതിൻ്റെ ഒരു ആഴത്തിൽ അതിനെ എടുക്കാതെ, മറിച്ച് ആരോപണങ്ങൾ വരും പോകും, നമ്മൾ ശരിയാണെന്ന് തോന്നലുണ്ടെങ്കിൽ ആ പാതയിലൂടെ പോവുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കവിത എഴുതാറുണ്ടോ? കവിത എഴുതിയിട്ടുണ്ട്. അല്ല, മുൻപ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖനായ നേതാവിനെതിരെ ചിന്ത സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചുവെന്നും വളരെ കടുത്ത ഭാഷയിലുള്ള കവിത ആ സമ്മേളന വേദിയിൽ തന്നെ ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു.
ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിനകത്ത് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളല്ലാതെ ഒരൊറ്റ ആളിന് പോലും ആ സമ്മേളന ഹാളിനകത്ത് പ്രവേശനമില്ല. ആ സമ്മേളന ഹാളിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത് ആ പ്രതിനിധികൾക്കല്ലാതെ ഈ ലോകത്ത് മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല. ഇവിടെ പുറത്ത് പ്രചരിക്കുന്ന വാർത്തകളിൽ 90% കെട്ടിച്ചമയ്ക്കപ്പെട്ട വാർത്തകൾ മാത്രമാണ്. അവിടെ അങ്ങനെ കവിത പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വാർത്തകൾ പിന്നെ വാർത്തകൾ തീർച്ചയായും ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വിളിച്ച് കവിത എഴുതി തുടങ്ങിയോ എന്ന് ചോദിച്ചു. അങ്ങനെ നിരവധിയായി. കാരണം ഇപ്പോൾ ഒരു വളരെ കൃത്യമായി അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇന്നത് പറഞ്ഞാൽ വാർത്താ പ്രാധാന്യം കിട്ടും എന്നുള്ള തരത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമം പലപ്പോഴും നടത്താറുണ്ട്. സമ്മേളന നഗരിക്കകത്ത് എന്ത് നടന്നു എന്നുള്ളത് സമ്മേളന നഗരിക്കകത്തുണ്ടായിരുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും അസത്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ല, കാരണം എനിക്ക് കുപ്രചരണങ്ങൾക്ക് മുമ്പിൽ വേദനിക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്തരം കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കാറില്ല. ഈ യൂത്ത് കമ്മീഷന്റെ മേഖലയിൽ എന്താണ് ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ? യൂത്ത് കമ്മീഷന്റെ മേഖലയിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിഷയങ്ങൾക്കകത്ത് നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ മാത്രമേ പുതിയ സർക്കാർ വന്നതിന് ശേഷം നിയമിതയായിട്ടുള്ളൂ. ഇനിയും അംഗങ്ങളുടെ നിയമനം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫുൾ സ്വിങ്ങിൽ അംഗങ്ങൾ എല്ലാം എത്തിയ ശേഷം കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് വരുന്ന പരാതികൾ കൃത്യമായി ഇടപെടുകയും സന്ദർശിക്കുകയും അതിനകത്ത് ഓർഡറും ഒക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇടമലക്കുടി സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദേശീയ സെമിനാർ നടത്തി. രാഷ്ട്രത്തിൻ്റെ പുനർവായന ഇന്നലകളിൽ ഇന്ന് എന്നതായിരുന്നു വിഷയം. കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ അതിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, KEN, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാറായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികളെത്തി. വലിയ ചർച്ചകൾ ഉയർന്നു വന്നു. അപ്പോൾ ആ സെമിനാർ മൊത്തത്തിൽ ഡോക്യുമെൻ്റ് ചെയ്ത് പുറത്തിറക്കാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സ്വാശ്രയ കോളേജിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് ഒരു പഠന റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള യുവതി യുവാക്കളുടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ യുവജന കമ്മീഷൻ ആക്റ്റിൽ ഉൾപ്പെടെ യുവതി യുവാക്കൾ എന്ന് മാത്രമാണുള്ളത്. അതുൾപ്പെടെ റിവൈസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി അവസരം തുറന്നു കൊടുക്കണം. അതോടൊപ്പം യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിൽ, ടെക്നോ പാർക്ക് പോലെയുള്ള പുതിയ തൊഴിൽ സാധ്യതകളുള്ള മേഖലകളിലൊക്കെ യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ തുണിക്കടകളിൽ ഉൾപ്പെടെ സ്ത്രീകൾ നിൽക്കുന്ന പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്കകത്ത് കൃത്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് ആലോചിക്കുന്നത്. ഇത്തരം ഏജൻസികൾക്ക് ഇടപെടാനുള്ള ഒരു പരിധി അത് പലപ്പോഴും അതിന്റെ പരിമിതിയായി മാറുന്നുണ്ട് എന്നൊരു എല്ലാ കാലത്തും ഉയർന്നാണ്. ഇപ്പം വനിതാ കമ്മീഷൻ ആണെങ്കിൽ പോലും അതിന്റെ ഒരു ജുഡീഷ്യൽ പവർ സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങളും അവ്യക്തങ്ങളും ഉണ്ട്. അക്കാര്യത്തിലേക്ക് ഒരു തിരുത്തി എഴുത്ത് വേണമെന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പല വിഷയങ്ങൾക്കകത്ത് നമ്മൾ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്താലും ഇത് ആര് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. ഇംപ്ലിമെൻറ്റിംഗ് കപ്പാസിറ്റി പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവുകൾ കൃത്യമായി പാലിക്കപ്പെട്ടു പോകുന്നതിന് വേണ്ടിയുള്ള കുറച്ചുകൂടി കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഇത്തരം കമ്മീഷനുകളെ സംബന്ധിച്ച്, കോഷി ജുഡീഷ്യൽ ബോഡികളെ സംബന്ധിച്ച് വേണം എന്നുള്ള ഒരഭിപ്രായമുണ്ട്. എന്തായാലും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. സമരവേദികളിലെ തീപ്പൊരി പ്രാസംഗിക എന്ന വിളിപ്പേരിന്റെ ഉടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്ത് മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.